സലാമേ അത് ചെറിയ ചെറിയ പീസാക്കിട്ടാ ചാറൊക്കെ ഉള്ളതാണ് ഇതാരങ്ങനെ ഇക്കുള്ള എടുത്ത സലാമ ഒരു ലാർച്ചി. ഏയ് ആ കരിനാക്കം കോമ്പ് വരുന്നുണ്ട് അവിടുന്ന്. അവ ഇറച്ചി വാങ്ങി പോയിക്കോട്ടെ, അല്ലെങ്കിൽ പറഞ്ഞ മാതിരിയാണ് ഈ കരാവും. ഓന്റെ കരുതാക്കൊന്നും ബിരിയാണി എടുക്കൂല. സലാമ ഒരു 2 കിലോ ഇറച്ചി. ഇറച്ചിക്ക് എന്നാ എന്ത് ഇറച്ചിക്ക്? കോയിറച്ചി. കോയിറച്ചി അവിടെ കൊടുക്കണത്. ഞാൻ മൊയിലിറച്ചി. ഇജാന്റെ പണി എന്താ വെച്ചാ നോക്കട്ടോ, ഇജ ആളെ തിരിച്ചാൻ വന്നതാ. എന്താ തിരിച്ചാല് എനിക്ക് പതിനാരാ കോയിറച്ചിക്കാ പോത്തിറച്ചിക്കാന്നുള്ളത്. അല്ലെങ്കിൽ തണുപ്പത്ത് ഈ കോയിറച്ചിയാണ് നല്ലത്. അത് ഞാൻ തീരുമാനിച്ചോണ്ട് നല്ല ബെറ്റിക്കാണ്ട് ബെറ്റിയാ നല്ല ചാവുണ്ടാവും. ഓന്റെ ചെങ്ങായി എന്നോട് പറഞ്ഞില്ല ഒന്നും മുണ്ടണ്ടാന്ന്. ഇജ്ജ് എത്ത് പണി അയാളിപ്പോ പിരായിങ്ങാണ്ട് പോയി. അന്റെ കൂച്ചു പോയല്ലേ. പറച്ചോനെ അയാൾ കൂച്ചു പോയി കേൾക്കാം. എന്താ പൊട്ട കളിച്ച അന്റെ കളി ഊച്ചാട്ടി കുഞ്ഞിനോടാ. നിക്കി കുഞ്ഞോക്ക, അവനെ തല്ലല്ലേ. ആ കരിനാക്കൻ കൂമുണ്ടല്ലോ, അവനെ പേരാണ്. എന്ത് കാര്യത്തിനാ ഓനവിടെ ഇറച്ചി വാങ്ങാൻ വന്നതായിരുന്നു. ഞാൻ ഇവനോട് പറഞ്ഞിരിക്കണ അവനോടൊന്നും പറയണ്ട. അവനായിട്ട് വെറുതെ തട്ടിക്കരിങ്ങോണ്ടേ ഇരുന്ന് മുണ്ടല്ല. ഓനോട് പറഞ്ഞ് ഇങ്ങനെ പോത്താങ്കിരിയെ മാതിരി ചരിച്ചിക്കൊണ്ടെന്ന്. എന്നിട്ട് ഒറ്റ വർത്താനാണ് അതെടുത്ത് തണ്ടും കൊണ്ടു. എന്റെ ഒരു വർത്താനം അങ്ങനെ ഉണ്ടോ? അതൊന്നും ചോദിക്കാനോ വേണല്ലോ. നോക്കാം അവിടേക്ക്. ഇതിനൊരു പണി പരിഹാരമുണ്ട്. ആ കരിനാക്കനെ കൊണ്ട് ഞമ്മക്ക് മറിച്ച് വിരായിച്ചാൽ മതി. അയാളോട് മയത്തിലൊക്കെ സംസാരിച്ചാൽ മതി നമ്മളെ കാര്യം സാധിക്കാന്. കൂച്ചാടി കുഞ്ഞിനോടാ കൊന്ന കളി. കോടതി നിയമാകളും പറഞ്ഞ കേട്ട് നിങ്ങക്ക് നന്നായി. അല്ലെങ്കിൽ കൂച്ചാണ്ടി കുഞ്ഞും കാര്യസ്ഥനോട് ഇങ്ങനെ നടന്നോളി. എന്ത് പണിയും ചെയ്തോ ഇവന്റെ കാര്യം വെപ്രാളം വീരാനാണ്. മുണ്ടാട്ടം പോയില്ലപ്പോ. മുണ്ടാട്ടം പോയിട്ട് അവിടെ തപ്പി നോക്കി. അതല്ല ഓന്റെ ഭർത്താവ് പോയില്ലേ. ഇത് വിചാരിച്ചല്ല നമുക്ക് ഇത് കുറച്ച് വിളിച്ചിട്ടുണ്ട്. എന്തിനാ എന്നോട് കുറച്ച് മയത്തിൽ വർത്താനം പറയാം. അല്ല നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഇവനും പിരായി ഇവനൊന്നും മറുത്ത് പിരായിക്കണം. ഇങ്ങനെ ഒറ്റ തിരിച്ച് വിരാവേ എനിക്ക് അതിനൊന്നും പറ്റൂല. അങ്ങനെ പറയല്ല. അവന് മിണ്ടാൻ പറ്റാത്തതല്ല. അവനത് ബബ്ബന്ന് പറയണ ചെവിയും കേൾക്കും. അതുപോലെ ആരെ പറഞ്ഞ് ഞാൻ തിരിച്ച് വിരായ ശരിയാവുന്നുള്ളത്? തെക്കുടുവാ പറഞ്ഞാണ്. തെക്കുടുവായാലും വേണ്ടില്ല തിക്കുടുവായാലും വേണ്ടില്ല, അവനോടുണ്ട് വരാൻ പറയും. എനിക്ക് അതിനൊന്നും ആവില്ല. മര്യാദ ശരിയാക്കി കൊടുത്ത ഇതൊക്കെ പഞ്ചായത്ത് ഈ ഊച്ചാട് കുഞ്ഞിനെ തിരിക്കറിയില്ല. ഓനെന്തിനാ സംസാരിക്കണേ? നിങ്ങളെന്നെ അത്യാവശ്യം ചെലക്കണില്ലേ? ആ കുഞ്ഞുവക്കാന്റെ സൗണ്ട് പോയല്ലോ.
ഹലോ ജംസീറെ എന്ന് വന്നേ? ഞാൻ 2 ദിവസമായി വന്നിട്ട് എന്തെങ്കിലും ഓടിക്കളിച്ചിക്കാണ്ട്. അതിന്റെ കഥയൊന്നും പറയണ്ട. ഒരു സംഭവം ഉണ്ടായി. എന്തപ്പ അതുണ്ടായി? എന്നിട്ട് ഓരെവിടെ? അതൊന്നും പറയണ്ട, ഓല് വരുന്നുണ്ട് അവിടുന്ന്. അല്ലടാ, ആ വരുന്ന ആളെ ചെറിയോ? ആരത്? എനിക്കറിയില്ലല്ലോ. എത്ര ഭാവ തോന്റെ തലയില് കള്ളും കോടാ? അത് കള്ളും കോടൊന്നുമല്ല ചങ്ങായെ, അത് കഞ്ഞിക്കലാണ്. അത് ആ ഊച്ചാണ്ടി കുഞ്ഞുവാക്കാട് വേറൊരു പണിക്കാരനാ. അവൻ കഞ്ഞിയിട്ട് പണിക്കാർക്ക് കൊണ്ടുപോവാണ്. അവനൊരു ചെറിയ 9 അതാ നേരത്തെ തന്നെ കാണുന്നുണ്ട്. അവന് വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. അവന് ഭയങ്കര കിക്കിളിയുള്ള ആളാണ്. ഒരാൾ എഴുത്തുകൂടിയാണ് ചെന്നാ എങ്ങനെ കളിച്ചു. ഇന്നാലും നമുക്ക് നോക്കാലോ. അതൊന്നും മാറ്റിട്ട് അയാൾ കഞ്ഞിക്കലോട്ടാ. എന്റെ മലയാളി പഠിക്കലങ്ങാടിന്ന് വരുന്നുണ്ട്. കൂടെ വെപ്രാളം വീരാനും ഉണ്ട്. അവിടെ തന്നെ എന്തേ? എന്താ എന്റെ തലയില്? ഇത് കഞ്ഞിയാണ്, ഞാൻ പണിക്കാർക്ക് കൊണ്ടുപോകടോ. അവിടെ കന്നൂട്ടേരുണ്ട്. കഞ്ഞിക്കാലം പോയി. ഓ, ആ കഞ്ഞി മൊത്തം പോയി. ആ കന്നൂട്ടേർക്കുള്ളതായിരുന്നു. തമ്പുരാനെ ഇനി എന്താ കാട്ടാ? ഈ തെണ്ടിയാൾ ഇന്നെ കിക്കിലാക്കിയിട്ടല്ലേ. എന്താ കാട്ട് തമ്പുരാനെ? ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, കന്നൂട്ടേരല്ലേ? എടോ, കഞ്ഞി മൊത്തം മറിഞ്ഞു പോയിടോ. ഇനി എന്താ കാട്ടുക? ചമ്മന്തിണ്ട്, അതങ്ങോട്ട് കൊണ്ടട്ടെ. വെത്താ നിങ്ങൾ പറയുന്നേ? അത് നീറൂലേ? ഞാൻ എന്നോട് അപ്പത്തന്നെ പറഞ്ഞില്ല അയാളെ ഇക്കിളിയാക്കണ്ടെന്ന്. കുറച്ചേരം ഇവിടെ നിൽക്കുക. ആ കഞ്ഞി കുഞ്ഞാക്കാക്ക് എന്ത് പറ്റിയെന്നാ പറഞ്ഞത്? അതന്നെയല്ലേ ഇപ്പൊ ഞാൻ എന്നോട് പറഞ്ഞത്. കുഞ്ഞുവാക്കാക്കും കുഞ്ഞുവാക്കാന്റെ കാര്യസ്ഥനും പെട്ടെന്ന് സംസാരശേഷി പോയി. നമ്മൾ ആശുപത്രി ഒന്ന് കൊണ്ടുപോയി നോക്കില്ലേ? അതിനേക്കായും വേണ്ടതാടാ എനിക്ക് വെക്കോങ്ങല് ആ കിക്കിളിനെ കൊണ്ടുപോയി നോക്ക്. ആ സാധുനടാ കിക്കിളി പെരുത്തിട്ടും കളിയാക്കിയിട്ടും ആകെ ഇടങ്ങറയിക്കണം. അയാളൊന്നും കൊണ്ട് കാണിച്ചു കൊടുത്തു നോക്ക്. എത്താ നിങ്ങൾ കാട്ടണ്? ആ മൊയിലാളി ഇവിടെ. പിരാങ്ക എത്താ നിങ്ങക്ക്? പിരാങ്ക 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 എത്താ നിങ്ങൾ കാട്ടണ്? നമ്മളെ മൊയിലാളിയുടെ പിരാങ്ക, നമ്മള് മൊയിലാളിയുടെ എത്താ ചെങ്ങായി? എവിടെ പണി? അല്ലടോ, ഈ ഡോക്ടറെ അടുത്ത് പോയാൽ എന്റെ ഇക്കിളി മാറി കിട്ടുവോ?
മാറി കിട്ടുന്നേ അതിനല്ലേ നമ്മള് പോണത്. മാറി കിട്ടിയാ മതിയായിരുന്നു. ആൾക്കാരൊക്കെ എന്നെ കളിയാക്ക. സാറേ കയറിക്കോട്ടെ. വരൂ ഇരിക്കി. എന്താ പ്രശ്നം ഇവർക്ക്? മൂപ്പർക്ക് തന്നെ ആരെങ്കിലും അടുത്തു കൂടി പോകുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് കയ്യ് പൊന്തിച്ചാൽ മതി. ഇവർ കിടന്നിട്ട് ആകെ ഇക്കിളിയാണ് മൂപ്പർക്ക്. അതാണ് മൂപ്പരെ കുഴപ്പം. വലിയ പ്രശ്നം തന്നെയാണ്. ആരെങ്കിലും ഡോക്ടറെ ഇങ്ങനെ ആക്കിയാൽ എനിക്ക് കറണ്ട് കയറുന്നതിന് കയറും. ആൾക്കാരൊക്കെ എന്നെ കളിയാക്കും. ആകെ ബുദ്ധിമുട്ടാണ്. ഞാൻ നോക്കട്ടെ, നിങ്ങളൊന്ന് നീച്ചെന്നാണ് നോക്കട്ടെ. മൂപ്പർക്ക് ആരെങ്കിലും ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ആക്കുമ്പോഴത്തേനും മൂപ്പർ ഇക്ലിയാണ്. ആ മതി മതി, ഇവിടെ നിൽക്കി. ദോശ ഒന്ന് വിളിച്ചാണേ. എന്താണ് ഈ കാട്ടുന്നത്? ഞാൻ ഇറങ്ങാക്കട്ടെ, ചെക്ക് ചെയ്യട്ടെ. ദോശ വിളിച്ച മെതിയിട്ടില്ല. ഞാൻ തിരിഞ്ഞിരുന്ന പുറം തിരിഞ്ഞ തിരിഞ്ഞാണ്ട തിരിഞ്ഞു. അങ്ങനല്ലാന്ന് പുറം തിരിഞ്ഞ് കസാര ഇരിക്ക്. അങ്ങനല്ലാന്ന് കസാര ശരിക്കും പുറം തിരിഞ്ഞിട്ട് ഇരിക്ക്. ഇങ്ങനെ മതിയാ. ശ്വാസം വലിച്ച ടോട്ടലി നീക്കിയാക്കലിന്ന് തുടരാതെ പിന്നെ ചെക്ക് ചെയ്യണ്ടേ? എന്താണ് ചങ്ങായത്? ഇന്ന് കുനിഞ്ഞാണ് നോക്കട്ടെ. അങ്ങനെയും വേണം. ഒന്ന് കുഞ്ഞിക്ക്. അങ്ങനല്ല, ശരിക്കും ഒന്നും കൂടെ ശരിക്കും കുഞ്ഞിക്ക്. നമ്മൾ നിസ്കാരത്തിന് റുക്കൊന്നും പോലെ ഇല്ലാക്കൂല. ശരിക്കും കുഞ്ഞിക്ക്. ശ്വാസം വലിച്ച പെടക്കല്ലേ? മതി മതി മതി. മതി, ഇങ്ങോട്ട് ഇരുന്നോളി. ഇനിയുണ്ടാ? ഇത് വല്ലാത്തൊരു കേസ് തന്നെയാണിത്. നിങ്ങളെ പേരെന്താ? സാറേ, ഒരു പ്രശ്നം കൂടി ഉണ്ട്. പെട്ടെന്ന് സംസാരശേഷി നഷ്ടപ്പെട്ട നമ്മൾ രണ്ടാൾക്കാരുണ്ട്. ഞാൻ അവരും കൂടി ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരും. ഇതേപോലത്തെ കേസുകൾ നിങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ അങ്ങനെ പറയില്ലേ? അല്ല, ബുദ്ധിമുട്ടാണ് കൊണ്ടുവരുന്നത്. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഞാൻ ഇതിലേക്ക് പോയിട്ട് നിങ്ങൾ രണ്ടാളും കൊണ്ടുപോകും.